السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിൻ്റെ വളരെ ഉന്നത പദവിയിലും ശ്രേണിയിലും എത്തുവാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ കാരണം മിൻ വഫാത്തി റസൂലില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായിരുന്നു. അതുകൊണ്ട് നാമും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക. ഇസ്റാ മിഅ്റാജ് സമയത്ത് ചില ഖുറൈശികൾ പറയുകയാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി പറയുകയാണ്. മുഹമ്മദ് പറയുകയാണ്, ഞാൻ ഇന്നലെ 7-ാം ആകാശത്ത് പോയി എന്നും അള്ളാഹുവിനെ കണ്ടുവെന്നും സ്വർഗം കണ്ടുവെന്നും നരകം കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയുണ്ടായി. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനത് വിശ്വസിച്ചു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പറയുന്ന അപരനാമത്തിൽ അറിയപ്പെടാൻ കാരണം. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാമും പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ സ്നേഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ നമുക്ക് കടക്കുവാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.